വെളുത്തുള്ളി ചേർക്കാം. തോർത്തിൽ കുഴി അരിച്ചെടുത്ത ലായനി ഒരു സ്പ്രേയറിൽ നിറയ്ക്കുക. രോഗങ്ങൾ. ബാക്ടീരിയൽ വാട്ടം. ചെടികൾ പെട്ടെന്ന് വാടി നശിച്ചു പോകുന്നു. തണ്ടിന്റെ ഉൾഭാഗത്ത് കറുത്ത നിറവ്യത്യാസം കാണപ്പെടുന്നു. 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി തയ്യാറാക്കി തളിക്കുക. വിളവെടുപ്പ്. മൂപ്പെത്തിയ പച്ചമുളക് പറിച്ചെടുക്കാം. 2-3 മാസം വരെ വിളവെടുപ്പ് നീണ്ടു നിൽക്കും. ഒരു ചെടിയിൽ നിന്നും ശരാശരി 1 മുതൽ 1.5 കിലോഗ്രാം വരെ മുളക് ലഭിക്കും. ജൈവ മാനവ മതിൽ. അന്നവിചാരം മുന്നവിചാരം. ജൈവ കൃഷി. ജൈവ കാർഷിക ഗ്രാമം. ജൈവ കാർഷിക കേരളം. ജൈവ കാർഷിക ഭാരതം. കേരള മണ്ണിനെ 2016 ഒരു ജൈവ കാർഷിക സംസ്ഥാനമാക്കി പ്രഖ്യാപിക്കുക എന്ന ഉദ്ദേശത്തോടെ ഒരു വിദ്യാർത്ഥി കർഷക കൂട്ടായ്മ. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ഗാന്ധി പാർക്ക് മൈതാനം മുതൽ പാളയം രക്തസാക്ഷി മണ്ഡപം വരെയുള്ള ജൈവ മാനവ മതിലിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, കർഷകർ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, സാംസ്കാരിക കലാ സാഹിത്യ നായകന്മാർ തുടങ്ങിയവർ പൊതുജനങ്ങളോടൊപ്പം അണിനിരക്കുകയുണ്ടായി. കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയും ചേർന്ന് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ ജൈവ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഭിന്നവിചാരം കാര്യവിചാരം എന്ന പഴമൊഴി തിരിച്ചറിവോടെ എന്റെ കയ്യിലെത്തുന്ന ഓരോ വിത്തും മണ്ണ് കാണിച്ച്, മാനം കാണിച്ച്, മനസ്സർപ്പിച്ച്, പരിപാലിച്ച് നല്ല ചെടിയും നല്ല വളവുമാക്കി മാറ്റുമെന്നും മണ്ണിനോ മരത്തിനോ മനുഷ്യനോ തെളിനീരിനോ ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്നും ഞാൻ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ചെന്നു ചേർന്നാലും എന്റെ മനസ്സിൽ ഒരു കൃഷി സ്നേഹി ഉണ്ടാകുമെന്നും എന്റെ ആഹാരം, എന്റെ ആരോഗ്യം, എന്റെ കൃഷി ജൈവ കൃഷി, എന്റെ ഗ്രാമം ജൈവ ഗ്രാമം, എന്റെ കേരളം ജൈവ കേരളം, എന്റെ ഭാരതം ജൈവ ഭാരതം എന്നുറക്കെ പ്രഖ്യാപിച്ചു വിശ്വമാനവ ജൈവ മതിലിന്റെ ചങ്ങല തീർത്ത് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാർ, ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റിയിലെ പ്രധാന സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥിനികളും ജൈവ മാനവ മതിലിന് വർണ്ണപ്പകിട്ടും ഉണർവും പകർന്നു. ഇതിനകം 5 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളെ ജൈവ കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നും 2016 കേരളം സമ്പൂർണ്ണ ജൈവ കാർഷിക സംസ്ഥാനമായി മാറുമെന്നും കൃഷിവകുപ്പ് മന്ത്രി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പറഞ്ഞു. കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീ R. അജിത് കുമാർ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. പന്നിയും കാട്ടുചേമ്പും കടലാടിയും ഇഴചേർന്നു വിലസുന്ന തരിശു
നന്ദിയോട് പഞ്ചായത്തിൽ നിന്നുള്ള കർഷക സംഘത്തിന്റെ ജൈവ കാർഷിക ഗാനാലാപം ചടങ്ങിന് ആസ്വാദ്യത പകർന്നു. മണ്ണിൻ മനസായി മനുജനു തുണയായി വളരുന്നു ഭൂമിയിൽ ഞങ്ങൾ. കൊതിവരും മണമായി നിറമായി രുചിയായി അരികിലുണ്ടെപ്പോഴും ഞങ്ങൾ. വീടിനൈശ്വര്യമായി അമ്മയ്ക്കു തൃപ്തിയായി ചുറ്റോടു ചുറ്റും തളർത്തു നിൽക്കും ഞങ്ങൾ. കുട്ടികൾ കൈകൊണ്ടു നട്ടു നനയ്ക്കുകിൽ മണ്ണും മനസ്സും നിറഞ്ഞു നിൽക്കും. സമ്പൂർണ്ണ പോഷണം, സംതൃപ്ത ഭോജനം, സസ്യങ്ങളേകുന്നു സ്നേഹപൂർണം. രോഗങ്ങളില്ലാത്ത ലോകം, പ്രകൃതിയെ സ്നേഹിക്കലാരോഗ്യമെന്നും.